ഹായ്, ഐ എം ഹാരിസ് കൊടുങ്ങല്ലൂർ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുഞ്ഞച്ചാനാണ്. അപ്പോൾ ചിക്കൻ കുഞ്ഞച്ചൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ കുഞ്ഞച്ചൻ ഉണ്ടാക്കാനായി 1 കിലോ ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കായി 2 പിടി ചുവന്നുള്ളി, 12 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, കുറച്ച് കറിവേപ്പില, 1 ചെറുനാരങ്ങ, പകുതി തക്കാളി, 3 നാരങ്ങയുടെ ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. 6 വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് ക്രഷ് ചെയ്തത്, തേങ്ങ ചിരകിയത് 1 പിടി, മല്ലിച്ചപ്പും പുതിനയും തക്കാളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളകും അതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അഞ്ച് കറിയാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പകുതി തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത വറ്റൽമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ മസാലക്കൂട്ടില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. മസാല ഒന്നും കരിഞ്ഞു പോകരുത്. മസാല കരിഞ്ഞു പോകാണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നമ്മളെ മസാലക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം.
എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും വെച്ചിട്ടില്ല, ചിക്കനിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണിത്. നമ്മളെ ചിക്കൻ കുഞ്ഞച്ചൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നാരങ്ങയുടെ ഇല, അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുഞ്ഞച്ചെന്ന് പറയാൻ കാരണം ഇതിന് ഭയങ്കര എരിവാണ്, നല്ല എരിവുണ്ടാവും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇതിനെ ചിക്കൻ കുഞ്ഞച്ചെന്ന് പേരിട്ടിരിക്കുന്നത്. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ കുഞ്ഞച്ചൻ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കുഞ്ഞച്ചൻ. ഇനി നമുക്ക് മല്ലിച്ചപ്പും പുതിനൊക്കെ അതിന് മേലിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, കാരണം ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടി ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം കാണിക്കാൻ മറന്നുപോയി, നമ്മളെ ഉള്ളി മുളപ്പിച്ചത് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ കുഞ്ഞച്ചൻ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ്, നല്ല എരിവുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹാരിസ് കൊടുങ്ങല്ലൂർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കന് കൂടി ഒന്ന് അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.